ആദ്യമായിട്ടാണ് ഈ ലോകത്ത് കേൾക്കുന്നത് ഒരു കുട്ടീനെ ഈ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളത്. 14 വയസ്സുള്ളപ്പോൾ ഈ കുട്ടീനെ ഒരു സ്വകാര്യ ഭാഗത്ത് പടവലങ്ങയൊക്കെ കുത്തിക്കയറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണേ. 1 വർഷം പീഡിപ്പിച്ച ഈ വ്യക്തി സുഖമായിട്ട് റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുന്നു. ഈ വ്യക്തി ഇതിനു മുമ്പ് ഒരു കൊലപാതകത്തിന് പ്രതിയായിരുന്നു. അതിനു മുമ്പ് പല കേസുകളും ഇയാളുടെ പേരിലുണ്ട്. ഇപ്പോഴും രാത്രി 11 മണിക്ക് ഇയാൾ ഇറങ്ങും ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പോകും. ഇയാൾ ഒരു ഗുണ്ട രീതിയാണ്. ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു, പല രീതിയിലും ശ്രമിച്ചു, ഒരു രീതിയിലും പറ്റുന്നില്ല. ഇയാൾ ഒരു ഗുണ്ട രീതിയിലാണ് ഇടപെടുന്നത്. ഞങ്ങൾ ഭയങ്കര മാനസികമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാവരും കാണണം. ഇനി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം ഇതെന്നാ ചെയ്യേണ്ടതെന്ന്. ഞങ്ങൾ നിയമസഹായം തേടാൻ പറഞ്ഞു, നിയമസഹായം തേടി. ഇപ്പൊ പറയുന്നു എറണാകുളത്ത് ചെന്ന് പോലീസിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വുമൺ പ്രൊട്ടക്ഷൻ മേടിക്കാൻ പറയുന്നു. ഞങ്ങൾ ഇനി 10 രൂപയില്ല. ഈ 10 രൂപ ഇല്ലാത്ത ആൾക്കാർ ഇനി ഏത് വുമൺ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് പറയാനായിട്ടാ? ഞങ്ങളെ കൊണ്ട് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങളുടെ മാനസിക വിഷമം ഭയങ്കരമാവുന്നു. ഈ കുട്ടിയുടെ ജീവിതം ഇത്രയും കാലം നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പല രീതിയിലും ഈ പുറം പോലീസ് സ്റ്റേഷനെ ഞങ്ങൾ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല. കാരണം അത് ഇയാൾക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞുള്ളൂ. ഇത് ഏതെങ്കിലും ലീഗലി മൂവിയാണോ, ഇതിലുള്ള ഒരു സംവിധാനമോ ഞങ്ങളുടെ ഇല്ല. ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ ജനങ്ങൾ ഇതൊന്നും അറിയണം.